എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. പെട്ടെന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് വരുന്ന ഒരു അവസ്ഥയിൽ കൂടെ ഒരു പാമ്പ് കടി പോലത്തെ ഒരവസ്ഥ നമ്മൾ ഫേസ് ചെയ്താൽ നമ്മളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ബൈബിളിൽ നമ്മൾ ഒരാളെ കാണുന്നുണ്ട്, ആ വ്യക്തിയെ പാമ്പ് കടിച്ചു. ആ വ്യക്തിയുടെ റിയാക്ഷനെ കുറിച്ച് നമ്മൾ ഇന്ന് കുറച്ചൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ കൂടെ ആ ഷിപ്പിൽ യാത്ര ചെയ്തവരെല്ലാം പെട്ടെന്ന് മലീത്ത എന്ന് പറയുന്ന ആ ദ്വീപിലേക്ക് അവരുടെ കപ്പൽ വന്ന് ഇടിച്ച് കയറി അവരങ്ങനെ സ്ട്രാൻഡഡായി പോകുന്നു. അങ്ങനെ അവർ ആ മാൽത്തയിലേക്ക് അവർ പ്രവേശിക്കുന്നു. പക്ഷെ അവിടെ പറയുന്നത് ആ ദ്വീപിൽ താമസിച്ചുകൊണ്ടിരുന്ന ആ ദേശനിവാസികൾ അവരോട് വലിയ ദയ കാണിച്ചു. അന്ന് മഴ പെയ്യുന്നുണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു തീയൊക്കെ കൂട്ടി ഇവരെ സ്വീകരിച്ചു. പൗലോസിൻ്റെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ വേറെ ഒരാളെ ആശ്രയിക്കുന്ന വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? പൗലോസും വിറക് പോയി പിറക്കിക്കൊണ്ട് വന്നു, ഒരു കെട്ടൊക്കെ ഉണ്ടാക്കി തീ കായാൻ വേണ്ടി. അപ്പം വന്ന് തീയിലേക്ക് ഇതിടാൻ നേരം അവിടെ ഒരു സംഭവം നടക്കുകയാണ്. ഈ വിറക് പൗലോസ് പിറക്കിയപ്പോൾ ഒക്കെ അതിനകത്ത് ഒളിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു വിഷപ്പാമ്പ്. ഈ വിഷപ്പാമ്പ് ആരും അറിയാതെ ഈ വിറകുകളുടെ ഇടയിൽ ഒളിച്ച് പാത്തിരിക്കുകയായിരുന്നു. പക്ഷേ തീയിൻ്റെ ചൂട് അനുഭവിച്ചപ്പോഴത്തേന് അവൻ പുറത്തു വന്നു. ഇതിനകത്ത് വലിയൊരു ആത്മീയ മർമ്മമുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ അനുഭവിച്ചപ്പോൾ പുറത്തു വന്ന് ഇവൻ പൗലോസിൻ്റെ കയ്യിൽ കയറി കടിച്ചു തൂങ്ങിക്കിടന്നു. അവിടെ രണ്ട് തരം റിയാക്ഷനാണ് നമ്മൾ കാണുന്നത്. ആ ദേശനിവാസികൾ പൗലോസിനെ കണ്ടു. പൗലോസിൻ്റെ കയ്യിൽ കൂടെ ഈ പാമ്പ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കണ്ടപ്പോൾ അവർ പാമ്പിനെ ശ്രദ്ധിച്ചു. അവർക്ക് പാമ്പിനെ മനസ്സിലായി, അയ്യോ ഇത് ഇന്ന വിഷപ്പാമ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഇപ്പോൾ ശരീരം മുഴുവനും വീർക്കും, ചീർക്കും, ഇപ്പോൾ തന്നെ വീണ് മരിക്കും. ഈ ഒരു പ്രതീക്ഷ അവരങ്ങനെ ആ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ നോക്കിയിരിക്കുക. ഇപ്പോൾ വീഴും, ഇപ്പോൾ മരിക്കും, ഇപ്പോൾ വീഴും, ഇപ്പോൾ മരിക്കും. പക്ഷെ അവർ അങ്ങനെ പ്രതീക്ഷിക്കാൻ കാരണം എന്തെന്നറിയോ? ആ ദേശനിവാസികൾക്ക് അറിയായിരുന്നു ആ ദേശത്തിലുള്ള ഓരോ പാമ്പ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ഓരോ ദേശത്തുള്ളവർക്ക് അവരുടെ നാട്ടിലുള്ള മൃഗങ്ങളെ കാണുമ്പോൾ അറിയാം, ഓ ഇത് വിഷമുള്ളതാണ്, ഇത് വിഷമില്ലാത്ത ഇനമാണ്, ഇത് കടിച്ചാൽ ഇങ്ങനെ സംഭവിക്കും, എങ്ങനെയാണ് ഓരോ പാമ്പും കടിച്ചാൽ മരിക്കുന്നതെന്നുള്ള ആ ലോക്കൽ ആൾക്കാർക്കറിയാം. അപ്പോൾ ആ ദേശനിവാസികൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല. അവരതിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ആ പാമ്പിനെ കണ്ട ഉടനെ അവർക്ക് മനസ്സിലായി. കാരണം നേരത്തെ വർഷങ്ങളായിട്ട് ഈ ഇനം പാമ്പ് കടിക്കുമ്പോൾ എല്ലാം ഇങ്ങനെയാണ് ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നത്. ശരീരം വീർക്കും, ഇവർ പെട്ടെന്ന് വീഴും, മരിച്ചു പോകും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടുകൂടി പൗലോസിനെ ഇങ്ങനെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസിൻ്റെ റിയാക്ഷൻ പൗലോസ് ഇങ്ങനെ നോക്കി, ഓ ഒരു വിഷപ്പാമ്പ്, പോട്ടെ, ഒരൊറ്റ കൊട ആ തീക്കകത്തേക്ക്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കൂളായിട്ട്, നമ്മുടെ പിള്ളേരുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ കൂളായിട്ട് നടക്കുക, ഒരു കുഴപ്പമില്ല. അതെന്താണ് പൗലോസ് അങ്ങനെ ചെയ്യാൻ കാരണം? പൗലോസിനോട് തന്നെ ചോദിക്കാം, പൗലോസ് നിനക്ക് ഭയമില്ലേ? ഇതൊരു വിഷപ്പാമ്പാണെന്ന് നിനക്കറിയാമല്ലോ, എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഭയമില്ലാത്തത്? പൗലോസ് പറയും, അതിൻ്റെ തൊട്ട് മുമ്പത്തെ അധ്യായം 27-ാം അധ്യായത്തിൻ്റെ 23, 24, 25 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ പൗലോസ് അവിടെ ഈ കപ്പൽ വന്ന് മാൽത്തയിലേക്ക് ഇടിക്കുന്നതിന് മുമ്പ് ആ കപ്പലിലുള്ള ബാക്കി പൗലോസിൻ്റെ സെയിലേഴ്സിനോട് പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഇന്ന് രാത്രിയിൽ ഞാൻ സേവിക്കുന്നതും the God whom I serve and the God whose I am, ഞാൻ അവൻ്റേതാകുന്നു, ഞാൻ ആ ദൈവത്തിൻ്റേതാണ്. ആ ദൈവം അവൻ്റെ ദൈവദൂതനെ അയച്ചു. ദൈവദൂതൻ എൻ്റെ അടുത്ത് വന്ന് നിന്നു, എന്നോട് പറഞ്ഞു, പൗലോസേ നീ ഭയപ്പെടരുത്, നീ കൈസറിൻ്റെ മുൻപിൽ നിൽക്കേണ്ടിയവനാണ്. അപ്പോൾ പൗലോസിനറിയാം എൻ്റെ അന്ത്യം എങ്ങനെയാണ്. ദൈവം അവനോട് ഒരു കാര്യം പ്രത്യേകമായി പറഞ്ഞു. അത് കഴിഞ്ഞ് 24-ാം വാക്യത്തിൽ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കത്തില്ല. 25-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. ആ 23-ാം വാക്യവും 25-ാം വാക്യവും എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. പൗലോസിൻ്റെ ആ ധൈര്യം, പൗലോസിൻ്റെ ആ വിശ്വാസം, ഐ ബിലോങ് ടു ഗോഡ്, ഞാൻ അവൻ്റേതാണ്, ഐ ബിലോങ് ടു ഹിം, എൻ്റെ ഉടയവൻ എന്നാണ് മലയാളം ബൈബിളിൽ പറയുന്നത്. അതായത് എൻ്റെ ഓണർഷിപ്പ് ദൈവത്തിനാണ്, ഐ ബിലോങ് ടു ഹിം. നമ്മൾ ഓരോരുത്തരും അത് പറയണം, ഞാൻ ദൈവത്തിൻ്റേതാണ്, ഐ ബിലോങ് ടു ഹിം. ഞാൻ ദൈവത്തെ സേവിക്കുന്നത് മാത്രമല്ല, ഞാൻ ദൈവത്തിൻ്റേതാണ്, ഞാൻ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം പൗലോസ് അവിടെ പറയുന്നത്,
എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് പറഞ്ഞതല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല, എൻ്റെ ദൈവം പറഞ്ഞത് തന്നെ സംഭവിക്കത്തുള്ളൂ. ആ ഒരു വിശ്വാസമാണ്. പൗലോസ് നോക്കിയപ്പോൾ ഒരു വിഷപ്പാമ്പ്, പക്ഷെ ദൈവം പറഞ്ഞാൽ ഞാൻ കൈസറിൻ്റെ മുന്നേ നിൽക്കുന്ന ഈ വിഷം എന്നെ ഏൽക്കത്തില്ല. ഇത് എത്ര വലിയ വിഷപ്പാമ്പാണെങ്കിലും ഇതെനിക്ക് ഏൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കൂളായിട്ട് അതിനെ തട്ടിക്കളഞ്ഞിട്ട് പൗലോസ് പോയി. പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ 2025 നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഈ വിഷപ്പാമ്പ് പോലത്തെ അവസ്ഥകൾ നമ്മളുടെ ജീവിതത്തിൽ വരാം. എന്തെങ്കിലുമൊക്കെ കയറി കടിച്ചെന്നിരിക്കാം. പക്ഷെ അപ്പം പറഞ്ഞതാണോ? അല്ല എങ്കിൽ അത് ഏൽക്കത്തില്ല. അപ്പൻ പറഞ്ഞത്, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോട് പറഞ്ഞതിൻ്റെ ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് വചനത്തിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടോ? പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടോ? ദൈവം പറഞ്ഞത് തന്നെ നടക്കത്തുള്ളൂ. പൗലോസ് പറഞ്ഞതുപോലെ വിശ്വാസത്തോടെ പറഞ്ഞ, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് തന്നെ നടക്കും. അതിന് എതിരായി ഏത് പാമ്പ് വന്ന് കടിച്ചാലും, ആര് മന്ത്രവാദം ചെയ്താലും, ആര് ക്ഷുദ്രപ്രയോഗം ചെയ്താലും, ആര് എന്ത് ശപിച്ചെന്ന് പറഞ്ഞാലും അതൊന്നും ഏക്കത്തില്ല. മറിച്ച് അങ്ങനെയല്ല, അതിന് വിപരീതമായി നടക്കാൻ പോകുന്നത് എന്തെന്നറിയോ? പാമ്പിന് അബദ്ധം പറ്റി. ഞങ്ങളുടെ ഒരു സുഹൃത്ത്, ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു കാര്യം ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ചേച്ചി ആ പാമ്പിന് അബദ്ധം പറ്റി, കടിച്ചത് അഭിഷക്തനെയാണെന്നുള്ളത് പാമ്പ് തിരിച്ചറിഞ്ഞില്ല. സാധാരണ എല്ലാവരെയും കടിക്കുന്നത് പോലെ പൗലോസിനെയും കയറി കടിച്ചു. പക്ഷെ അന്ന് പാമ്പിന് അബദ്ധം പറ്റി. അയ്യോ, കടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി, അയ്യോ അബദ്ധമായിപ്പോയല്ലോ, ഇതൊരു അഭിഷക്തനാണല്ലോ. കാരണം ഈ പൗലോസിൻ്റെ ഉള്ളിലുള്ള അഭിഷേകത്തിൻ്റെ പവർ പാമ്പിനെ കുടഞ്ഞു കളഞ്ഞെന്ന് മാത്രമല്ല, പാമ്പിൻ്റെ ഉള്ളിലെ അതിൻ്റെ വംശാവലിയിൽ നിന്ന് എന്നേക്കുമായി കുടഞ്ഞു കളഞ്ഞു. അതങ്ങ് ഇല്ലാതെയായിപ്പോയി. അദ്ദേഹം അത് പറഞ്ഞപ്പോഴത്തേന് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഒരു വളരെയധികം എന്നെ അത് ചിന്തിപ്പിച്ചു. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു, ഗൂഗിൾ തുറന്നിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. മെലീത്ത എന്ന ദ്വീപിൽ, അതായത് മാൽത്ത എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ആ ഒരു ഐലൻഡ്, അത് യൂറോപ്പിൻ്റെ ആഫ്രിക്കയുടെ നടുക്കായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഐലൻഡാണ്. ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കി, അവിടെ വിഷപ്പാമ്പുകളുണ്ടോ? ഗൂഗിൾ നിങ്ങൾ അടിച്ചു നോക്കിക്കോ, ഉത്തരം വരും. ഒരൊറ്റ വിഷപ്പാമ്പ് പോലും ഇന്ന് മാൽത്തയിലില്ല. അന്നൊരു അഭിഷക്തനെ ഒരു വിഷപ്പാമ്പ് കയറി കടിച്ചതാ, അത് തിരിച്ചടിച്ചു. നമ്മൾ പലപ്പോഴും പറയും, അയ്യോ തിരിച്ചടി കിട്ടും. അഭിഷക്തനെ തൊട്ടാൽ തിരിച്ചടിക്കുന്നത് തൊടുന്നവർക്കാണ്. ആരറ്റാക്ക് ചെയ്യുന്നോ, ദൈവത്തിൻ്റെ അഭിഷക്തനെ, ദൈവം വിളിയുള്ളവനെ ആരെങ്കിലും തൊട്ടാൽ അവർക്കിട്ട് തന്നെ അത് തിരിച്ചു കിട്ടും. അത് വചനത്തിൽ കൂടെ നമ്മൾ കണ്ടിട്ടുള്ള ആവിചാരം യാക്കോബിന് വലിക്കയില്ല, ലക്ഷണം ഇസ്രായേലിന് ഏൽക്കയില്ലെന്ന് നമ്പേഴ്സ് 23:23 നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ പൗലോസ് ജീവിച്ചതുപോലെ ജീവിച്ചാൽ ഏതാ? ഐ ബിലോങ് ടു ഗോഡ്. ദൈവം ആണ് എൻ്റെ ഉടയവൻ. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് പെന്തക്കോസ്തുകാരനല്ല, ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവഹിതം അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയെ, ആ കോളിങ്ങിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരു വിഷപ്പാമ്പിനോ ഒരു മന്ത്രവാദിക്കോ ഒരു ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവർക്കോ തൊടാൻ സാധിക്കുകയില്ല. തൊടാൻ ശ്രമിച്ചാൽ അവർക്കിട്ടത് തിരിച്ച് അവരറിയും, തൊട്ടത് അഭിഷക്തനെ ആയിപ്പോയല്ലോ, അബദ്ധമായി പോയല്ലോ എന്ന് അവർക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വർഷം നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ എന്ത് ഫേസ് ചെയ്താലും നമ്മൾ രണ്ട് കാര്യം ഓർക്കണം. എൻ്റെ അപ്പൻ പറഞ്ഞതാണോ? അല്ല എങ്കിൽ എന്നെ അത് ഏക്കത്തില്ല. ഐ ബിലോങ് ടു ഗോഡ്. ആ ഒരു വിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോകാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, അപ്പാ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓരോ സഹോദരനെ, ഓരോ സഹോദരി, ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വർഷം പിതാവെ ധൈര്യമായി മുൻപോട്ട് പോകുവാനുള്ള പൗലോസിൻ്റെ മേലുണ്ടായിരുന്ന ആ ഒരു ധൈര്യം, ആ ഒരു അഭിഷേകം, എന്ത് പ്രതിസന്ധി വന്ന് കടിച്ചാലും, എന്ത് വന്ന് കയ്യിൽ ചുറ്റിയാലും അതിനെ കുടഞ്ഞു കളയാനുള്ള ഒരു അഭിഷേകം തരണമപ്പ. ആ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുവാൻ, ഞാൻ എൻ്റെ അപ്പൻ്റേതാണെന്ന്, ഐ ബിലോങ് ടു മൈ ഫാദർ എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോകുവാൻ, എൻ്റെ അപ്പം പറഞ്ഞതല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്നുള്ള ആ വിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോകുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. കൃപയാൽ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.